ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ട് വ്യത്യസ്തമായ ഐസ്ക്രീമും ഐസുമാണ്. വത്തക്ക ഉപയോഗിച്ചാണ് ഞാനിവിടെ ഐസും ഐസ്ക്രീമും റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വത്തക്ക ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു തണ്ണിമത്തൻ്റെ പകുതിയാണ് ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചതാണ്, കുരുവെല്ലാം കളഞ്ഞതാണ്. അപ്പോൾ ഈ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച ഈ തണ്ണിമത്തൻ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം, എങ്കിലേ നമ്മുടെ ഐസ്ക്രീം നമ്മുടെ ഉദ്ദേശിച്ച കൺസിസ്റ്റൻസിയിൽ വരികയുള്ളൂ. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 3/4 ടിൻ ഒഴിച്ചു കൊടുക്കണം. ഒരു ഐസ്ക്രീമിന്റെ ഒരു പരുവമാവണമെങ്കിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തേ പറ്റൂ. ഇനി ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പൊ ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഒരു ഐസ്ക്രീമിന്റെ ഒരു ലുക്സ് ഒക്കെ ആയിട്ടില്ലേ. പിന്നെ ഇപ്പോൾ ഇതിൽ നമ്മൾ ക്രീമൊന്നും ചേർക്കാത്തത് കൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കിട്ടുക. ക്രീമൊന്നും വെച്ച് ബീറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. എന്നാലും നല്ല ടേസ്റ്റി ആയ ഒരു ഐസ്ക്രീമാണ്. നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐസ്ക്രീമാണ്. കെമിക്കൽസോ കളേഴ്സോ ഒന്നും യൂസ് ചെയ്യാതെ നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഈ വാട്ടർമെലൺ ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തതായി നമുക്ക് വാട്ടർമെലൺ ഐസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ പോപ്സിക്കിളാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്നൊരു മോൾഡാണ്. അതിനു വേണ്ടി മറ്റേ വത്തക്കയുടെ പകുതി പീസ് ഞാനിവിടെ ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുരുവെല്ലാം കളയണം, കുരുവെല്ലാം കളഞ്ഞെടുത്തതാണ് ഇത്. ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ വലിയ മിക്സിന്റെ ജാറായതുകൊണ്ട് ഒന്നിച്ച് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളത് ചെറുതാണെങ്കിൽ 2 പ്രാവശ്യമായി അരച്ചെടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഷുഗറും ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് അത്യാവശ്യം മധുരമുള്ള തണ്ണിമത്തനാണ് എങ്കിലും 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആപ്റ്റാണ്. ഇനിയിപ്പോൾ ഈ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. നല്ല ജ്യൂസ് പോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പം നമുക്കിനി ഇത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വല്ല കുരു എങ്ങാനും നമ്മൾ അറിയാതെ പെട്ടിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഒന്ന് തരിച്ചെടുക്കാം. ഇത് നമുക്ക് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസാണ്. കുട്ടികൾക്ക് ഐസൊക്കെ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എത്ര ഈസിയായി ഉണ്ടാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ ഈ ജ്യൂസ് ഒഴിച്ച് അതിലൊരു സ്റ്റിക്ക് വെച്ച് കൊടുത്താൽ അതും നമുക്ക് കുട്ടികൾക്ക് ഐസായിട്ട് കൊടുക്കാവുന്നതുള്ളൂ. ഇനിയിപ്പോൾ ഈ പോപ്സിക്കിളിലാണ് ഞാനിവിടെ ഇപ്പോൾ ഐസ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഐസിൻ്റെ ഷേപ്പ് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതിന് മുമ്പായി നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. ഈ വത്തക്ക ജ്യൂസിനും അതുപോലെ ഈ വത്തക്ക പോപ്സിക്കിളിനൊക്കെ വത്തക്കയുടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമ്മൾ പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ആഡ് ചെയ്യുന്നതിനേക്കാൾ നല്ല ടേസ്റ്റി ആയ ഒരു ഐസ് തന്നെയാണ് ഇത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്താലും മതി. ഗ്ലാസ്സിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കണം, എന്നാലേ നന്നായി സെറ്റായി വരികയുള്ളൂ. ഇനിയിപ്പോൾ ഒരു 8 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് സെറ്റായി വരും. അപ്പോൾ ഇനി നമുക്കത് ഫ്രീസറിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഓവർനൈറ്റ് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും തീർച്ചയായും നിങ്ങൾ വെക്കണം, എന്നാലേ നന്നായി സെറ്റായി വരികയുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തത് ഓവർനൈറ്റ് ശേഷമാണ്. ഇനി നമുക്കിത് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി വെള്ളത്തിലൊന്ന് 1 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഉഷാറായി നമ്മുടെ ഐസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വാട്ടർമെലൺ ഐസ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇത് ഉണ്ടാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ മോൾട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഒരു സ്റ്റിക്ക് വെച്ച് ഉണ്ടാക്കി കൊടുത്താലും മതി. അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ഇല്ലാത്ത ഈ ഐസ് ആർക്കാണ് ഇഷ്ടപ്പെടാത്ത? ഈ വത്തക്കയുടെ ഫ്ലേവർ തീർച്ചയായും ഈ ഐസിനുണ്ട്.
അപ്പോൾ അത് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.